നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. JDUവിൽ നിന്നും വിട്ടുവരുന്ന അംഗങ്ങൾക്ക് സീറ്റ് നൽകാൻ ഉറപ്പ് പറഞ്ഞിരിക്കുന്നു എന്ന പ്രാഥമിക വാർത്ത കൂടി പുറത്തു വരികയാണ്. അതായത് RJD JDUവിലെ പല MLAമാരെയും ഹൈജാക്ക് ചെയ്യുന്നു എന്ന പരാതി അതിശക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ JDUവിൻ്റെ പിളർപ്പിന് പ്രധാനപ്പെട്ട കാരണക്കാര് BJP തന്നെയാണ്. BJPയുമായിട്ടുള്ള ഈ വർഗീയ കൂട്ടുകെട്ട് JDUവിൻ്റെ ഭാവിക്ക് ഗുണം ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് JDUവിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ. അതുകൊണ്ട് തന്നെയാണ് അവർ RJDയുമായി സഖ്യം ചേരാൻ ആലോചിക്കുന്നത്. നമുക്കറിയാം, നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ അനുയായികളെ സെലക്ട് ചെയ്യുന്നത് കൃത്യമായും ജാതി നോക്കിയാണ്. എന്നാൽ ബീഹാറിൽ RJD നേതാക്കൾ യാദവ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് യാദവ മുസ്ലിം ബെൽറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ എല്ലാ വിഭാഗക്കാരെയും കൃത്യമായി ഉൾക്കൊള്ളിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ യാദവ മുസ്ലിം വോട്ട് ബാങ്കാണ് ലക്ഷ്യമിടുന്നത്, അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ BJPയുടെ കണക്കൂട്ടലുകളെ തെറ്റിച്ച് എല്ലായിടത്തും വിവിധ ജാതി മതങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി 80-ൽ 37 സീറ്റുകൾ നേടിയെടുത്തു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ബീഹാറിൽ അതുപോലെ ഒരു രീതിയിലേക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു രീതി, രാഷ്ട്രീയ രീതി എന്ന് പറയുന്ന ബീഹാറിൽ നിയമസഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടണം എന്ന ആവശ്യം RJD ഉന്നയിക്കുകയാണ്. കാരണം ജനസംഖ്യ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയേക്കാൾ കൂടുതൽ ജനസംഖ്യ ഇപ്പോൾ ബീഹാറിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ബീഹാറിൽ 12.5 കോടി ജനങ്ങളാണ് ഉള്ളത്, മഹാരാഷ്ട്രയിൽ 12.25. ഈ ഒരു അന്തരം കൃത്യമായി ഉണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള ബീഹാറിൻ്റെ വളർച്ചാ നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. എന്നാൽ BJPയും ആ ഒരു രാഷ്ട്രീയ രീതിയോട് അനുകൂലിക്കുന്നുണ്ട്. RJD കൃത്യമായി പറയുന്നു, ബീഹാറിൽ അസംബ്ലി സീറ്റുകളുടെ എണ്ണത്തിൽ 30 എണ്ണമെങ്കിലും വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം അനുക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് ബീഹാറിൽ ആവശ്യമായിട്ടുള്ള നിലവിലെ സീറ്റ് വിഹിതം 122 ഒന്നോർക്കണം. ബീഹാറിലെ സമസ്ത മേഖലകളിലും RJDക്ക് കയറാൻ പറ്റുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും RJD 80-ഓ 80-ൽ കൂടുതൽ സീറ്റോ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. BJPയുടെ ഒരു രീതിയിലുള്ള പരിപാടികളിൽ RJDയുടെ മുമ്പിൽ അത് വില പോകുന്നില്ല എന്ന് യാഥാർത്ഥ്യം നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ ബീഹാറിൻ്റെ ചുമതലയുള്ള താരാകിഷോർ സിംഗ് പ്രസാദിനും ഒക്കെ ഉണ്ട്. നേരത്തെ പട്ന സാഹിബിൽ നിന്നും വിജയ് രവിശങ്കർ പ്രസാദ് നിലവിൽ കേന്ദ്രമന്ത്രിയല്ല, നരേന്ദ്രമോദി ക്യാബിനറ്റിൽ മുൻപ് കേന്ദ്രമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ ഒരു നീക്കം നടക്കുന്നുണ്ട്. എന്നാൽ ഐക്യ ജനതാദൾ അതുമായി സമരസപ്പെടുന്നില്ല. നിതീഷ് കുമാർ ആകെ അവതാളത്തിലായിരിക്കുകയാണ്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ RJD പറയുന്നത് വേദവാക്യമായി ശക്തമായി JDUവിലെ പല നേതാക്കളും എടുത്തു തുടങ്ങിയിരിക്കുന്നത് നിതീഷിനെ ആകെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നു. RJD ഒരുപക്ഷെ അടിച്ചു കയറാൻ ശ്രമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ൽ കൂടുതൽ സീറ്റ് RJD നേടിയെടുക്കുകയാണെങ്കിൽ കോൺഗ്രസും ഇടത് സംഘടനകളും കൂടി ചേർന്നാൽ കേവല ഭൂരിപക്ഷമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. RJDക്ക് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. നിതീഷ് കുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് തോൽവി ഭയം മൂലമാണെന്നും അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുഖ്യമന്ത്രിയാകൂ എന്നുമാണ് ഇപ്പോൾ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തേജസ്വി യാദവ് വന്നിരിക്കുന്നത്. കാരണം തേജസ്വി നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ചാണ് ബീഹാറിൽ ഉപമുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ടുള്ളത്.